ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രം കാണുന്ന ഒരു ഉപമയാണ് സമരിയക്കാരൻ്റെ ഉപമ. അതൊരു യാത്രയുടെ പശ്ചാത്തലത്തിൽ ഈശോ പങ്കുവെക്കുന്ന ഉപമയാണ്. ഒരുവൻ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പോവുകയായിരുന്നു. ഈ ഉപമ പറയുവാൻ കാരണമായ പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു നിയമജൻ ഈശോയോട് ചോദിക്കുകയാണ്, ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? വളരെ ഗൗരവമുള്ള ചോദ്യമാണ്. സുവിശേഷത്തിൽ ഇത്തരം മനോഹരമായ ചില ചോദ്യങ്ങളിലൂടെയാണ് ഈശോയ്ക്ക് ദൈവരാജ്യത്തിൻ്റെ വലിയ കാര്യങ്ങൾ നമുക്ക് വെളിപ്പെടുത്തി തരാൻ പറ്റിയത്. അങ്ങനെ ഒരു ചോദ്യമാണ് നിയമജൻ ചോദിക്കുന്നത്. ഈ ചോദ്യത്തിന് ഈശോ അതിമനോഹരമായി ഉത്തരം ഒരു ഇസ്രായേൽക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധത്തിൽ പഴയ നിയമത്തിൻ്റെ സാരാംശത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിലുള്ള ഉത്തരം ഈശോ പറഞ്ഞു കൊടുക്കുകയാണ്. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ സ്നേഹിക്കുക. നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. ഈ നിമിഷങ്ങളിൽ തന്നെ സാധൂകരിക്കാൻ ആഗ്രഹിച്ച നിയമജൻ ചോദിക്കുകയാണ്, ഈശോയെ, ആരാണ് എൻ്റെ അയൽക്കാരൻ? ഈ ചോദ്യത്തിലൂടെ ഇയാൾ ഈശോയിൽ നിന്ന് എന്തോ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കാണുകയാണ്. ഈ സമയത്താണ് ഈശോ മനോഹരമായൊരു കഥയിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മളെയൊക്കെ വെല്ലുവിളിക്കുന്ന ചില ആത്മീയ ദർശനങ്ങൾ തരുന്ന ഈ പങ്കുവെക്കൽ എന്നേക്കുമായി നിത്യജീവിതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഏതൊരാൾക്കും വെല്ലുവിളിയാകുന്ന ഉൾക്കാഴ്ചകളുള്ള ഈ ഉപമ നമ്മളെ പഠിപ്പിക്കുന്നത്. ഒരു യാത്രയുടെ പരിസരത്തിൽ നിന്നുകൊണ്ടാണ് ഈ ഉപമ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. ജീവിതത്തിൻ്റെ വ്യത്യസ്ത വഴികളിൽ എന്തുമാത്രം യാത്രാപഥങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ, എന്തുമാത്രം നിയോഗങ്ങൾ നമുക്കുണ്ട്, ഏതെല്ലാം വഴികളിൽ നമുക്ക് എന്തെല്ലാം ദൈവം കരുതി വെച്ചിരിക്കുന്നു നമുക്കാർക്കും അറിഞ്ഞുകൂടാ. ഈ നിമിഷങ്ങളിൽ ഈ വഴിയിൽ നിന്നുകൊണ്ട് ഈ സുവിശേഷത്തെ അപഗ്രഥിക്കുമ്പം പ്രിയപ്പെട്ടവർ നമ്മളെക്കുറിച്ച് തന്നെ ധ്യാനിക്കുക. നമ്മളിപ്പോൾ കടന്നു പോകുന്ന വഴികളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്കൊപ്പം ഉണ്ടോ? ദൈവമനുഷ്യരെക്കുറിച്ച് കർത്താവിൻ്റെ സുവിശേഷം പറയുന്ന മനോഹരമായ കാര്യം, കർത്താവിൻ്റെ കരം അവൻ്റെ കൂടെ അവൻ്റെ വഴിയിലുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം നിയോഗമായിട്ട് കിട്ടിയ ചില മനുഷ്യർ യാത്ര ചെയ്ത വഴികളൊക്കെ പിന്നീട് അനുഗ്രഹത്തിൻ്റെ ഇടങ്ങളായി മാറുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചില വഴികൾ ചിലർക്ക് ഇടർച്ചയാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. സത്യത്തിൽ ഈ ഉപമയ്ക്കുള്ളിൽ നിന്ന് വീണ്ടും നമ്മളൊന്ന് നോക്കിക്കണ്ടാൽ ഇങ്ങനൊരു ചിന്ത നമുക്ക് കാണാൻ പറ്റും. ചില വഴികളിലൂടെ ഇന്നും ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. സമറിയക്കാരൻ എത്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ആ പാവപ്പെട്ട മനുഷ്യൻ്റെ ഗതി മരണമാകുമായിരുന്നു. ചില വഴികൾ പ്രിയപ്പെട്ടവരെ ഇന്നും ജാഗ്രതയോടെ ശ്രദ്ധയോടെ നോക്കേണ്ട ഇടങ്ങൾ തന്നെയാണ്. ചില ഇടങ്ങളിലൂടെ ഒറ്റപ്പെട്ട് നടന്നുകൂടാ എന്ന ഒരു സത്യം ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നില്ലേ? ചില ഇടങ്ങൾ അപകടങ്ങളാണെന്ന് അറിഞ്ഞിട്ടും ആ അപകടങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ ചിലരെങ്കിലുമൊക്കെ യാത്ര ചെയ്തതാണ് അവരുടെ ജീവിതത്തിൽ ഒത്തിരി നഷ്ടം ഉണ്ടാക്കിയത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതിനൊപ്പം നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട യാത്രകൾ നടത്തിയതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചില തകർച്ചകളുടെ പിന്നിലുണ്ട കാരണം പോലും. നമുക്കിതിനെ ആ വിധത്തിലൊന്ന് ധ്യാനിച്ചാൽ ജീവിതത്തിൽ ചില വ്യക്തമായ ഉൾക്കാഴ്ചകൾ അത് നമുക്ക് തരും. ചില വഴികളിൽ ഒറ്റപ്പെട്ട് നടന്നുകൂടാ. കൂട്ടായ്മ ഉണ്ടാകേണ്ട ഇടങ്ങളിൽ കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണെന്ന് നമ്മളെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ്. 2 പേര് യാത്ര ചെയ്തതിനെക്കുറിച്ച് നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട്. 2 പേര് എമ്മാവൂസിലേക്ക് പോവുകയായിരുന്നു. ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് അവർ പോയി. പക്ഷേ ഈ 2 പേര് പോയ വഴികളിൽ കൂട്ടായ്മയുടെ ഒരു ചെറു അനുഭവം ഉണ്ടായിരുന്നത് കൊണ്ടായിരിക്കണം ഈശോ അവർക്കൊപ്പം അവരുടെ സംഭാഷണ വിഷയത്തിൽ ഈശോ വന്നതുകൊണ്ട് കൂടെ നടക്കാൻ ആരംഭിച്ചു. അവരുടെ യാത്ര അനുഗ്രഹത്തിൻ്റെ യാത്രയായി പൂർത്തീകരിക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ സമരിയക്കാരനാൽ സ്പർശിക്കപ്പെട്ട ഈ യഹൂദൻ്റെ യാത്രയുടെ ആരംഭം നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? അയാൾ ജെറുസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് യാത്ര പോയി. ആ വഴിയിൽ അക്രമികൾ അയാളെ കീഴ്പ്പെടുത്തി, വസ്ത്രം വലിച്ചു കീറി, അയാളെ അർത്ഥപ്രാണനാക്കിയിട്ട് പോയി കളഞ്ഞു. വരപ്രസാദത്തിൻ്റെ വിശുദ്ധ വസ്ത്രം അലങ്കോലപ്പെടുന്നത് ചില ഇടങ്ങളിൽ അപകടകരമായ ചില വഴികളിൽ പിശാചരിക്കുന്ന കെണികൾ കാണാതെ ഒറ്റപ്പെടുമ്പോഴാണ് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. അവിടെ അയാൾ അവഗണിക്കപ്പെട്ടവനായി നീണ്ട സമയം കടന്നു എന്നുള്ളത്, വീണ്ടും അയാൾ ഒറ്റപ്പെട്ടവനായി അവഗണിക്കപ്പെട്ടവനായി കിടന്നു എന്നുള്ളത് നമുക്ക് വീണ്ടും മറ്റൊരു ധ്യാന വിചാരമാണ്. കാരണം ഈശോ മിശിഹായിൽ മാത്രമാണ് പാപത്താൽ നഷ്ടപ്പെട്ട എനിക്ക് പുനർജനനം ഉണ്ടാവുകയുള്ളൂ. പഴയ നിയമത്തിൻ്റെ പ്രതീകങ്ങളായി
അവിടെ വന്ന് കടന്നുപോയ പുരോഹിതനും ലേവായനും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഈശോ മിശിഹായിലൂടെ മാത്രമാണ് രക്ഷ, നിത്യജീവൻ. അതിനാൽ പ്രിയപ്പെട്ടവരെ, പാപകരമായ എൻ്റെ തകർച്ച അവസ്ഥകളെ, എൻ്റെ ഇന്ന് വീണ് കിടക്കുന്ന ബന്ധവിച്ഛേദങ്ങളെ, തകർന്നു പോയ എൻ്റെ ജീവിതാവസ്ഥകളെ, ദുശീലത്തിൽ അടിമപ്പെട്ടു പോയ പിശാചിൻ്റെ പലവിധത്തിലുള്ള കുരുക്കുകളിൽ അകപ്പെട്ട എനിക്ക് വീണ്ടെടുപ്പിന് ഈശോ മാത്രമേ ഉള്ളൂ എന്നും അവൻ്റെ കരുണയിലേക്ക് ഞാൻ എത്തേണ്ട സമയമായി എന്നും ഈ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈശോയാൽ സ്പർശിക്കപ്പെടാൻ, ശുശ്രൂഷിക്കപ്പെടാൻ മനസ്സലിയുന്ന കർത്താവിൻ്റെ കരുണയ്ക്കുള്ളിലേക്ക് അടുത്തു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രത്യേക വിധം നമ്മളെ തന്നെ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഈ ഉപമ നമുക്ക് വീണ്ടും ചില ധ്യാന വിചാരങ്ങൾ നൽകുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വീണ്ടും നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിത്യതയെക്കുറിച്ചുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് സമറിയക്കാരൻ്റെ ഉപമ മുൻപോട്ട് പോകുന്നത്. ആ ചോദ്യത്തിനുള്ള ഈശോയുടെ മനോഹരമായ ഉത്തരമാണ് സമറിയക്കാരൻ്റെ ഉപമ. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് വളരെ ശാന്തമായ ഒരു വഴിയിലാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ യാത്രകളിലും വ്യത്യസ്തമായ വഴികളിലൂടെ യാത്ര പോകേണ്ടവരാണ് നമ്മൾ. പക്ഷേ എല്ലാ യാത്ര അവസാനം പൂർത്തീകരിക്കേണ്ടത് നിത്യജീവൻ്റെ ഉറപ്പുള്ള വിശുദ്ധ കൂടാരത്തിലാണ്. വിശുദ്ധ ചാവറ പിതാവ് തൻ്റെ ജീവിത കാലയളവിൽ വളരെ ധ്യാനാത്മകമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിത്യജീവിതത്തിലേക്ക് യാത്ര ചെയ്യുന്ന ആത്മാവേ, ഈ യാത്രയിൽ നീ അവിടെ എത്തുമെന്ന് ഉറപ്പുള്ള വിധത്തിൽ നീ നിന്നെ തന്നെ പരിശോധിക്കാറുണ്ടോ? നീ പോകുന്ന യാത്രാ വീഥികളിൽ നിൻ്റെ വഴി യഥാർത്ഥത്തിൽ നിത്യതയിലേക്കാണ്, സ്വർഗത്തിലേക്കാണെന്ന് ഉറപ്പിക്കും വിധം നീ നിൻ്റെ വഴികളെ ശ്രദ്ധിക്കാറുണ്ടോ? ചൂണ്ട് പലകകൾ സ്വർഗമെന്ന് എഴുതി വെച്ചിട്ടുള്ളത് നീ ശ്രദ്ധിച്ചിട്ടാണോ യാത്ര ചെയ്യുന്നത്? അതോ നിൻ്റെ വഴികൾ ഈ ലോകത്തിൻ്റെ കുടുക്കുകളിൽ നിന്നെ എത്തിക്കുന്നതാണോ? യഥാർത്ഥ യാത്രാ പദങ്ങളിലേക്ക് നമ്മളെ വഴി നടത്തുന്ന യഥാർത്ഥ വഴി കാട്ടി ചൂണ്ട് പലക അത് സുവിശേഷമാണ്. സുവിശേഷത്തിലെ ഈശോയാണ്, ഈശോയുടെ മൊഴികളാണ്, ഈശോയുടെ ധ്യാനങ്ങളാണ്. അതിനാൽ സമറിയക്കാരൻ്റെ ഉപമ നമുക്കൊത്തിരി സുപ്രധാനമായ വിചാരം തരുന്ന, നമ്മുടെ യാത്രയെ ഉറപ്പുള്ളതാക്കുന്ന, ആത്മീയ വിചിന്തനത്തിന് നമ്മളെ സഹായിക്കുന്ന ഒരു ഉപമയായി തന്നെ നമുക്ക് കാണാൻ പറ്റും. സമറിയക്കാരൻ്റെ ഉപമയിൽ തെളിയപ്പെടുന്ന മനോഹരമായൊരു ആത്മീയ ദർശനം സഭാപിതാക്കന്മാരിലൂടെ നമ്മൾ അറിയുന്നുണ്ട്. വിശുദ്ധ അഗസ്തീനോസും വിശുദ്ധ ഒറിജിനുമൊക്കെ ഈ ഒരു ഉപമയെ വ്യത്യസ്തമായ ചില ദർശനങ്ങളിലൂടെ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ ഈ വീണ് കിടക്കുന്ന മനുഷ്യൻ ആദത്തിൻ്റെ പ്രതീകമാണ്. പാപത്താൽ തകർക്കപ്പെട്ട ആദം അവിടെ വീണ് കിടക്കുമ്പം അവനെ രക്ഷിച്ചെടുക്കുന്നത് നസറായൻ ഈശോയാണ്. അപ്പോൾ യഥാർത്ഥ സമരിയക്കാരനായിട്ട് മാറുന്നത് ഈശോ തന്നെയാണ്. ഇനി ഇവിടെ ചില സൂചനകളിലൂടെ ഇതെങ്ങനെയാണ് സാധ്യതമാകുന്നത് എന്ന് നമ്മൾ വീണ്ടും കാണുകയാണ്. ഈ സമറിയക്കാരൻ ഈ വീണ് കിടക്കുന്ന മനുഷ്യനെ അടുത്ത് ചെന്ന് മനസ്സലിഞ്ഞ് എണ്ണയും വീഞ്ഞൊഴിച്ച് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടുന്നു. ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടതിൻ്റെ അടയാളമായി നമ്മളിതിനെ കാണുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ സഭയിലൂടെ ചൊരിയപ്പെടുന്ന പരിശുദ്ധ കൂദാശകളുടെ അനുഗ്രഹമായും ഇതിനെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട്. സമറിയക്കാരൻ ഈ മുറിവേറ്റ മനുഷ്യനെ ഒരു സത്രത്തിൽ കൊണ്ടുവന്നാക്കുന്നു. ഈ സത്രത്തെ പരിശുദ്ധ സഭയോടാണ് സഭാപിതാക്കന്മാർ വീണ്ടും ഉപമിക്കുന്നത്. അപ്പോൾ സഭയിൽ നിന്ന് നൽകപ്പെടുന്ന ആത്മീയ കൂദാശകളിലൂടെ മുറിവേറ്റ മനുഷ്യൻ സുഖപ്പെടുകയും വീണ്ടെടുക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും നിത്യജീവൻ എന്ന ഉറപ്പുള്ള ഇടത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം അവനെ ദൈവം വലുതാക്കുകയും ചെയ്യുന്നു. സഭയിലൂടെ നൽകപ്പെടുന്ന അനുഗ്രഹ കൂദാശകൾ, തിരുവചനം, 2 ധനാറുകളായിട്ട് നമ്മൾ കാണാൻ പറ്റുന്നത് വിശുദ്ധ കൂദാശകളിലൂടെയും വചനത്തിലൂടെയൊക്കെ ഒരു മനുഷ്യനിലേക്ക് പകരപ്പെടുന്ന നിക്ഷേപങ്ങളാണ്. ഈ നിക്ഷേപങ്ങളിലൂടെ ഒരാൾ യഥാർത്ഥത്തിൽ നിത്യജീവൻ്റെ വിശുദ്ധ കൂടാരത്തിലേക്ക് പ്രവേശിക്കാൻ തക്കവിധം ഒരുക്കപ്പെടുന്നു. ഈ വിശുദ്ധമായ ആത്മീയ വിചിന്തനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളും ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ഞാനും നിങ്ങളും മുറിവേറ്റ മനുഷ്യരാണ്, തകർക്കപ്പെട്ടവരാണ്, പാവത്താൽ പലവട്ടം മുറിവേറ്റിട്ടുള്ളവരാണ്.
നമ്മുടെ വീണ്ടെടുപ്പിന് നമുക്കായി മറ്റൊരാളും ഈ ഭൂമിയിലില്ല. ഈശോയിലൂടെ മാത്രമാണ് രക്ഷ സാധ്യതമാകുന്നത്. ഏക രക്ഷകൻ ഈശോയാണ്. ഈശോയുടെ തിരുമുറിവിനാലാണ് ഞാനും നിങ്ങളും സുഖമാക്കപ്പെട്ടത്. ഈ ഭൂമിയിൽ ഈശോയോളം തകർക്കപ്പെട്ട മറ്റാരുമില്ല. ഇത്രമാത്രം ഈശോ മിശിഹ തകർക്കപ്പെട്ട എന്തുകൊണ്ടാണ്? തകർക്കപ്പെട്ട എന്നെ, മുറിവേറ്റ എന്നെ സുഖപ്പെടുത്താനാണ് ഈശോ ഈ മുറിവേറ്റത്. അവിടെയാണ് വിശുദ്ധ അഗസ്തീനോസ് ഈശോയുടെ വിശുദ്ധ കുരിശിലേക്ക് നോക്കിയിട്ട് അയാളിലേക്ക് തന്നെ ആ കുരിശിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ പറയുന്നുണ്ട്. കുരിശിലെ ഈശോയുടെ കരം രണ്ടും വിരിയപ്പെട്ടിരിക്കുന്നത് പാപപ്പെട്ട എന്നെ, തകർക്കപ്പെട്ട എന്നെ ആശ്ലേഷിക്കാനാണെന്ന് അയാൾ പറയുക. കുരിശിലെ ഈശോയുടെ തിരുഹൃദയം പിളർക്കപ്പെട്ടിരിക്കുന്നത് അഭയം നഷ്ടപ്പെട്ട, അനാഥത്വം അനുഭവിക്കുന്ന, ശൂന്യത അനുഭവിക്കുന്ന എനിക്ക് ആശ്രയ അഭയവും തരാനാണെന്ന്. കുരിശിലെ ഈശോയുടെ മുഖം കുനിഞ്ഞു വരുന്നത് പാപപ്പെട്ട എന്നെ ചുംബിക്കാനാണെന്ന്. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയല്ലേ സമറിയാക്കാരൻ്റെ ശൈലി? മുറിവേറ്റവൻ്റെ അരികിൽ വന്ന് അവനെ കരുണയോടെ നോക്കി അവന് വേണ്ടി നിന്ന് അവൻ്റെ മുറിവുകളിൽ സൗഖ്യത്തിൻ്റെ ലേപനം പുരട്ടി, വീഞ്ഞു പുരട്ടി, സ്നേഹത്തിൻ്റെ കരുതലിൻ്റെ സത്രത്തിലാക്കി അവന് വേണ്ടി ഞാൻ വീണ്ടും വരുമെന്ന് അത് ഈശോയുടെ രണ്ടാം വരവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും വരും. മുറിവേറ്റ ഞാൻ, തകർക്കപ്പെട്ട ഞാൻ, രോഗിയായ ഞാൻ, എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട ഞാൻ, ഒറ്റപ്പെട്ട ഞാൻ ഇവിടെ വെട്ടുപിണഞ്ഞു പോകാനുള്ളവനല്ല, ഇവിടെ ഇല്ലതായി ഇവിടെ അഴുകി അവസാനിക്കാനുള്ളവനല്ല. എനിക്ക് വേണ്ടി എൻ്റെ ദൈവം വരുമെന്നുള്ള പ്രത്യാശയോടെയാണ് സമറിയക്കാരൻ്റെ ഉപമ അവസാനിക്കുന്നത്. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് തീർച്ചയായും വരുമെന്നുള്ള പ്രതീക്ഷയോടെ, ഉറപ്പോടെ നമുക്ക് മുമ്പോട്ട് പോകാം. ആ ഒരു പ്രത്യാശ ക്രിസ്തുവിൽ വച്ചിട്ടുള്ളവനെ ഈ ലോകത്തിന് തകർക്കാനാവുകയില്ല. ഈ ലോകത്തിലെ തോൽവികൾക്ക്, പ്രയാസങ്ങൾക്ക്, മാറാരോഗങ്ങൾക്ക്, കടബാധ്യതയുടെ ഭാരങ്ങൾക്ക് തകർത്ത് കളയാൻ പറ്റുകയെന്നുള്ള തിരിച്ചറിവോടെ ക്രിസ്തുവിലേക്ക് പ്രത്യാശ ഉറപ്പിച്ച്, എൻ്റെ ഈശോയെ, എൻ്റെ കുറവുകളിൽ അറിയുന്നവനെ, സ്നേഹിക്കുന്നവനെ, എൻ്റെ മുറിവുകളിൽ എന്നെ സുഖപ്പെടുത്തുന്നവനെ, എന്നെ ചേർത്ത് പിടിക്കാൻ നീ വരണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുനാഥൻ്റെ ഉറപ്പുള്ള വാഗ്ദാനത്തിൽ നമുക്ക് ഈ സമയം പങ്കുചേരാം. ആദിമസഭയിലെ കൂട്ടായ്മ ഒരുമിച്ച് പ്രാർത്ഥിച്ചിരുന്നു, നാഥ വേഗം വരണമേ മാറനാഥ. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം, നാഥ വേഗം വരണമേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ചേർത്ത് പിടിക്കണമേ, ആശ്വസിപ്പിക്കണമേ, അങ്ങയുടെ സ്വർഗത്തിൽ ഞങ്ങളെയും ഓർക്കണമേ. ആമേൻ.